ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തർക്കങ്ങളും ചരിത്രപരമായ വൈകാരികതകളും നിലനിൽക്കുന്ന നഗരമായ ജെറുസലേം വീണ്ടും കടുത്ത വംശീയ സംഘർഷങ്ങളുടെയും ഭീതികളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. വാർഷിക ജെറുസലേം ദിനത്തോടനുബന്ധിച്ച് നഗരത്തിലെ പഴയ തെരുവുകളിലൂടെ ആയിരക്കണക്കിന് വരുന്ന ഇസ്രയേലി ജനത നടത്തിയ മാർച്ചും അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും കേവലം ഒരാഘോഷം എന്നതിനപ്പുറം ആ പ്രദേശത്ത് നിലനിൽക്കുന്ന അത്യന്തം അപകടകരമായ വംശീയ രാഷ്ട്രീയ വിഭജനത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. ആയിരക്കണക്കിന് ഇസ്രയേലി പതാകകൾ വീശി നടന്ന മാർച്ചിൽ പലയിടങ്ങളിൽ നിന്നും തീവ്രവാദ സ്വഭാവമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നത് മേഖലയിലെ സമാധാന അന്തരീക്ഷം പൂർണ്ണമായും തകർക്കുന്നതായിരുന്നു. ഈ വർഷത്തെ മാർച്ചിനോടനുബന്ധിച്ച് ചരിത്ര നഗരങ്ങളിൽ മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള അതീവ സുരക്ഷാ സന്നാഹങ്ങളാണ് ഇസ്രയേൽ ഭരണകൂടം ഒരുക്കിയിരുന്നത്. നഗരത്തിന്റെ സുപ്രധാന പ്രവേശന കവാടങ്ങളെല്ലാം തന്നെ ഇസ്രയേൽ സുരക്ഷാ സേന പൂർണ്ണമായും ഉപരോധിക്കുകയും ജനങ്ങളുടെ സഞ്ചാരം കർശനമായി നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു. മാർച്ച് കടന്നു പോകുന്ന പാതകളിലുള്ള പലസ്തീനികളുടെ ഉടമസ്ഥതയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളും കടകളും നിർബന്ധപൂർവം അടപ്പിച്ചുകൊണ്ടാണ് ഇസ്രയേൽ അധികൃതർ മാർച്ചിൽ പങ്കെടുത്തവർക്ക് സൗകര്യമൊരുക്കിയത്. നഗരത്തിലുടനീളം വൻതോതിൽ കലാപവിരുദ്ധ പോലീസിനെയും പ്രത്യേക സായുധ സേനയെയും വിന്യസിച്ചുകൊണ്ട് കനത്ത ഒരു നിഴൽ യുദ്ധത്തിന്റെ അന്തരീക്ഷമാണ് ഇസ്രയേൽ അവിടെ സൃഷ്ടിച്ചെടുത്തത്. ഈ മാർച്ചിൽ പങ്കെടുത്ത തീവ്ര ചിന്താഗതിക്കാരായ ചില വിഭാഗങ്ങൾ പലസ്തീൻ ജനതയ്ക്കെതിരെയും അറബികൾക്കെതിരെയും കടുത്ത വംശീയ അധിക്ഷേപങ്ങളും കൊലവിളി മുദ്രാവാക്യങ്ങളും മുഴക്കിയത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി. തെരുവുകളിലൂടെ പ്രകോപനപരമായി നീങ്ങിയ ജനക്കൂട്ടത്തിൽ ചിലർ അറബികൾക്ക് മരണം തുടങ്ങിയ ക്രൂരമായ മുദ്രാവാക്യങ്ങൾ പരസ്യമായി വിളിച്ചു പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും അത് ആഗോളതലത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ഒരു നഗരത്തിന്റെ സാംസ്കാരികവും മതപരവുമായ വൈവിധ്യങ്ങളെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ അധിനിവേശ സ്വഭാവം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമായാണ് ഈ വംശീയ അധിക്ഷേപങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. ഈ വർഷത്തെ സംഘർഷങ്ങളെ അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തിച്ചത് ഇസ്രയേലിന്റെ തീവ്ര വലതുപക്ഷ ദേശീയ സുരക്ഷാ മന്ത്രിയായ ഇതാമർ ബെൻ ഗ്വീറിന്റെ പരസ്യമായ പ്രകോപനപരമായ ഇടപെടലാണ്. മുസ്ലിങ്ങൾ തങ്ങളുടെ ഏറ്റവും വിശുദ്ധമായ മൂന്നാമത്തെ ആരാധനാലയമായി കാണുന്ന അൽ അക്സ മസ്ജിദ് ഉൾപ്പെടുന്ന ജൂതന്മാർ ടെമ്പിൾ മൗണ്ട് എന്ന് വിളിക്കുന്ന അതീവ തന്ത്രപ്രധാനവും സംവേദനക്ഷമവുമായ പുണ്യഭൂമിയിലേക്ക് ഇസ്രയേൽ മന്ത്രികളും അനുയായികളും ഇരച്ചു കയറുകയായിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളെയും നിലവിലുള്ള നയതന്ത്ര കരാറുകളെയും വെല്ലുവിളിച്ചുകൊണ്ട് ആ പവിത്രമായ സമുച്ചയത്തിൽ വെച്ച് ഇസ്രയേലി പതാക ഉയർത്താൻ ഇതാമർ ബെൻ ഗ്വീർ മുതിർന്നത് പലസ്തീൻ സമൂഹത്തിനിടയിലും മുസ്ലിം ലോകത്തും വലിയ തോതിലുള്ള ആഘാതവും അമർഷവുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന യഥാർത്ഥ വ്യവസ്ഥകൾ പ്രകാരം അൽ അക്സ സമുച്ചയത്തിനുള്ളിൽ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് പ്രാർത്ഥനയ്ക്കുള്ള അവകാശമുള്ളത്. ഇതര മതസ്ഥർക്ക് അവിടെ സന്ദർശനം നടത്താൻ മാത്രമേ അനുമതിയുള്ളൂ. എന്നാൽ ഇസ്രയേലിന്റെ ഭരണാധികാരികൾ തന്നെ സൈനിക സംരക്ഷണത്തോടെ ഈ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് അവിടെ നടത്തുന്ന അതിക്രമങ്ങൾ ആഗോള തലത്തിൽ തന്നെ വലിയൊരു മതപരമായ യുദ്ധത്തിന് തിരികൊളുത്താൻ പോകുന്നതാണ്. വെസ്റ്റേൺ വാളിലേക്ക് നീങ്ങിയ ഇസ്രയേലി ജനക്കൂട്ടത്തിന്റെ ആവേശം വർദ്ധിപ്പിക്കാനും തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാനും ഭരണകൂടം തന്നെ ഇത്തരം അതിക്രമങ്ങൾക്ക് കുടപിടിക്കുന്നുവെന്നത് കടുത്ത ആശങ്കയാണ് ഉയർത്തുന്നത്. 1967 6 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേൽ കിഴക്കൻ ജെറുസലേം പിടിച്ചെടുത്തതിന്റെ ഓർമ്മ പുതുക്കലായാണ് ഇസ്രയേൽ ഭരണകൂടം എല്ലാ വർഷവും ഈ ജെറുസലേം ദിനം ആഘോഷിക്കുന്നത്. എന്നാൽ പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ഇത് തങ്ങളുടെ ജന്മനാടിന് മേലുള്ള അധിനിവേശത്തിന്റെയും ക്രൂരമായ കുടിയൊഴിപ്പിക്കലിന്റെയും കറുത്ത ഓർമ്മപ്പെടുത്തലാണ്. ഒരു വശത്ത് വലിയ സൈനിക ശക്തിയുടെ അകമ്പടിയോടെ വംശീയവാദികൾ വിജയാഘോഷം നടത്തുമ്പോൾ മറുവശത്ത് സ്വന്തം മണ്ണിൽ അന്യവൽക്കരിക്കപ്പെടുന്ന ഒരു ജനതയുടെ കണ്ണീരും പ്രതിഷേധവും ഈ നഗരത്തിന്റെ തെരുവുകളിൽ ഒരേ സമയം കാണാൻ കഴിയും. ഈ വാർഷിക മാർച്ച് എല്ലാ വർഷവും ജെറുസലേമിലെയും പരിസര പ്രദേശങ്ങളിലെയും സമാധാനം കെടുത്തുന്ന ഒരു സ്ഥിരം പ്രതിഭാസമായി മാറിയിരിക്കുകയാണ്. ഇസ്രയേലിലെ തീവ്ര ദേശീയവാദികൾ പലസ്തീൻ ജനവാസ മേഖലകളിലൂടെ മനഃപൂർവ്വം മാർച്ച് നടത്തി അവരെ പ്രകോപിപ്പിക്കാനും സംഘർഷങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നു. തങ്ങളുടെ വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും നേരെ ആക്രമണം ഉണ്ടാകുമോ എന്ന ഭീതിയിലാണ് ഇവിടുത്തെ പലസ്തീൻ നിവാസികൾ ഓരോ ജെറുസലേം ദിനത്തെയും അഭിമുഖീകരിക്കുന്നത്. ഇസ്രയേൽ സുരക്ഷാ സേനയാകട്ടെ ഇത്തരം അതിക്രമങ്ങൾക്ക് തടയിടുന്നതിനു പകരം അക്രമികൾക്ക് സുരക്ഷിത പാതയൊരുക്കാനാണ് മുൻഗണന നൽകുന്നത്.
പഴയ നഗരത്തിലെ ദമാസ്കസ് ഗേറ്റ് ഉൾപ്പെടെയുള്ള പലസ്തീനികളുടെ പ്രധാന ഒത്തുചേരൽ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഇസ്രയേൽ സൈന്യം ഈ ദിവസം പൂർണ്ണമായും കൈയടക്കുന്നു. മാർച്ചിനെതിരെ പ്രതിഷേധവുമായി എത്തുന്ന പലസ്തീൻ യുവാക്കളെ കടുത്ത രീതിയിലാണ് ഇസ്രയേൽ സുരക്ഷാ സേന നേരിടുന്നത്. സ്റ്റണ്ട് ഗ്രനേഡുകളും കണ്ണീർവാതകവും റബ്ബർ ബുള്ളറ്റുകളും ഉപയോഗിച്ച് പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുമ്പോൾ ജെറുസലേമിലെ തെരുവുകൾ യുദ്ധക്കളത്തിന് സമാനമായ അന്തരീക്ഷത്തിലേക്ക് വഴിമാറുന്നു. ഇത് നഗരത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെയും സാമ്പത്തിക വ്യവസ്ഥയെയും പാടെ തകർക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹം ഒന്നടങ്കം ഈ വംശീയ മാർച്ചുകളെയും അൽ അക്സ മസ്ജിദിന് നേരെ നടക്കുന്ന കയ്യേറ്റങ്ങളെയും ശക്തമായി അപലപിക്കുന്നുണ്ടെങ്കിലും ഇസ്രയേൽ അതൊന്നും വിലവെക്കാൻ കൂട്ടാക്കുന്നില്ല. അമേരിക്കയുടെയും ചില പാശ്ചാത്യ രാജ്യങ്ങളുടെയും അന്ധമായ പിന്തുണയുള്ളതിനാൽ അന്താരാഷ്ട്ര നിയമങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങളും ലംഘിക്കാൻ ഇസ്രയേലിന് യാതൊരു മടിയുമില്ല. എന്നാൽ ഇത്തരം വംശീയ നീക്കങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന താൽക്കാലിക സമാധാന ഉടമ്പടികളെ പോലും തകർക്കാൻ പ്രാപ്തിയുള്ളതാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജെറുസലേം നഗരത്തിന്റെ ചരിത്രപരമായ പൈതൃകം എന്നത് അത് 3 പ്രമുഖ സെമിറ്റിക് മതങ്ങളുടെയും സംഗമ ഭൂമിയാണ് എന്നതാണ്. എന്നാൽ ഈ സാംസ്കാരിക വൈവിധ്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് നഗരത്തെ പൂർണ്ണമായും ജൂതവൽക്കരിക്കാനുള്ള ആസൂത്രിത നീക്കങ്ങളാണ് ഇസ്രയേൽ വലതുപക്ഷ ഭരണകൂടം നടത്തിവരുന്നത്. ഈ തന്ത്രത്തിന്റെ ഭാഗമായാണ് പലസ്തീനികളുടെ വീടുകൾ നിയമവിരുദ്ധമായി പൊളിച്ചു നീക്കുന്നതും അവർക്ക് മേൽ കടുത്ത നികുതികളും നിയന്ത്രണങ്ങളും അടിച്ചേൽപ്പിക്കുന്നതും. ഇതാമർ ബെൻ ഗ്വീറിനെ പോലുള്ള തീവ്ര നിലപാടുകാർ ഇസ്രയേൽ മന്ത്രിസഭയിൽ സ്വാധീനം ഉറപ്പിച്ചതോടെ ഇത്തരം ആക്രമണങ്ങൾക്ക് ഔദ്യോഗികമായ പദവി കൂടി കൈവന്നിരിക്കുകയാണ്. പലസ്തീൻ ജനതയെ പൂർണ്ണമായും ആട്ടിപ്പായിക്കണമെന്ന പരസ്യമായ നിലപാടുള്ള ഇത്തരം നേതാക്കൾ ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്നത് ഇസ്രയേലി സമൂഹത്തിനുള്ളിലെ മിതവാദികളായ ജൂതന്മാർക്കിടയിൽ പോലും കടുത്ത അമർഷത്തിന് കാരണമാകുന്നുണ്ട്. എന്നാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും കടുത്ത ദേശീയതാവാദവും മുൻനിർത്തി നിലവിലെ ഇസ്രയേൽ സർക്കാർ ഇത്തരം തീവ്രവാദ പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അൽ അക്സ മസ്ജിദിലെ ഓരോ ലംഘനവും വെറുമൊരു പ്രാദേശിക പ്രശ്നമല്ല, മറിച്ച് അത് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ വികാരങ്ങളെ നേരിട്ട് മുറിവേൽപ്പിക്കുന്ന ഒന്നാണ്. മുൻകാലങ്ങളിൽ അൽ അക്സയ്ക്ക് നേരെ ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം അത് വലിയ തോതിലുള്ള റോക്കറ്റ് ആക്രമണങ്ങൾക്കും ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും കടുത്ത സൈനിക ഏറ്റുമുട്ടലുകൾക്കും കാരണമായിട്ടുണ്ടെന്ന ചരിത്രം ഇസ്രയേൽ മറക്കുകയാണ്. നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളെ കൂടുതൽ വംശീയവൽക്കരിക്കുന്നത് ആത്യന്തികമായി വൻ നാശനഷ്ടങ്ങളിലേക്ക് നയിക്കും. ഈ വാർഷിക മാർച്ച് സൃഷ്ടിക്കുന്ന ആഘാതം ജെറുസലേം ദിനം കഴിഞ്ഞാലും ആ നഗരങ്ങളിൽ മാസങ്ങളോളം അവശേഷിക്കും. പരസ്പരമുള്ള അവിശ്വാസവും ശത്രുതയും ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ ശക്തമാകാൻ മാത്രമേ ഇത്തരം സംഭവങ്ങൾ ഉപകരിക്കൂ. കുട്ടികളും യുവാക്കളും ഉൾപ്പെടുന്ന ഒരു വലിയ ജനസമൂഹം ഈ വംശീയ വിദ്വേഷത്തിന്റെ അന്തരീക്ഷത്തിലാണ് വളർന്നു വരുന്നത് എന്നത് ഈ നഗരത്തിന്റെ ഭാവി കൂടുതൽ ഇരുളടഞ്ഞതാക്കുന്നു. ഇത്തവണത്തെ ജെറുസലേം ദിന മാർച്ച് ആ നഗരത്തിൽ നിലനിൽക്കുന്ന ആഴത്തിലുള്ള രാഷ്ട്രീയ മതപരമായ വിള്ളലുകളെ ഒരിക്കൽ കൂടി ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുകയാണ്. വംശീയ മുദ്രാവാക്യങ്ങളും ഭരണാധികാരികളുടെ ഒത്താശയോടെയുള്ള പുണ്യസ്ഥല കൈയേറ്റങ്ങളും ജെറുസലേമിനെ കൂടുതൽ സ്ഫോടനാത്മകമായ ഒരു അവസ്ഥയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത സമ്മർദ്ദങ്ങൾ ഉണ്ടാകാത്ത പക്ഷം ഈ വംശീയ അധിനിവേശ നീക്കങ്ങൾ ജെറുസലേമിനെ വീണ്ടും ഒരു ചോരപ്പുഴയിലേക്ക് തള്ളിവിടുന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു നഗരത്തിന്റെ സമാധാനവും വിശുദ്ധിയും വീണ്ടെടുക്കാൻ വംശീയതയ്ക്ക് അതീതമായ നയതന്ത്ര നീക്കങ്ങൾ അനിവാര്യമായിരിക്കുന്നു.